Good morning to all. In the previous class, we learned about the meaning of logistic definition. Today, I am going to teach key elements of logistic, importance of logistic management, difference between supply chain management and logistic management. What is mean by logistic? Logistic is the process of getting product and services where they are required and whenever they are required. ആർക്കാണോ പ്രൊഡക്റ്റ് ആവശ്യമായിട്ടുള്ളത് അവരിലേക്ക് എത്തിക്കുക, എവിടേക്കാണോ ആവശ്യം അവിടേക്ക് എത്തിച്ചു കൊടുക്കുക. ആ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ ലോജിസ്റ്റിക്, അതായത് ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷനെയാണ് പ്രൊഡക്റ്റിൻ്റെ. ഇപ്പോൾ മാനുഫാക്ചേഴ്സിന് പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാൻ എന്താവശ്യമാണ്? മെറ്റീരിയൽ. അപ്പോൾ സപ്ലൈസിൻ്റെ നിന്ന് മെറ്റീരിയൽ ആരുടെയിലേക്ക് എത്തിക്കണം? മാനുഫാക്ചറിൻ്റെ നിന്ന്. മാനുഫാക്ചർ ആ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത് ഗുഡ്സ് ആരുടെയിലേക്ക് എത്തിക്കണം? കൺസ്യൂമേഴ്സിൻ്റെ നിന്ന്. അങ്ങനെ ഫിസിക്കൽ ഫ്ലോവിനെ, ഗുഡ്സിൻ്റെ ഒരു ഫിസിക്കൽ ഫ്ലോവിനെയാണ് നമ്മൾ ലോജിസ്റ്റിക് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡെഫിനിഷൻ പഠിച്ചപ്പോൾ 2 ടേംസ് ഞാൻ പറഞ്ഞിരുന്നു. ഈ ഡെഫിനിഷൻ്റെ ലാസ്റ്റിൽ നോക്കി നിങ്ങൾക്കറിയാം, ഫ്രം ദ പോയിൻ്റ് ഓഫ് ഒറിജിനും ഫ്രം ദ പോയിൻ്റ് ഓഫ് കൺസംഷനും. ഫ്രം ദ പോയിൻ്റ് ഓഫ് ഒറിജിൻ എന്ന് പറഞ്ഞാൽ മാനുഫാക്ചറിങ് ആണ് ഉദ്ദേശിക്കുന്നത്, ഒറിജിൻ ചെയ്തെടുക്കുക, അത് മാനുഫാക്ചറിങ്. ഫ്രം ദ പോയിൻ്റ് ഓഫ് കൺസംഷൻ എന്ന് പറഞ്ഞാൽ കൺസ്യൂമേഴ്സിൻ്റെ കയ്യിൽ എത്തിക്കുക. അപ്പോൾ ഡെഫിനിഷനൊന്ന് നോക്കാം. കൗൺസിൽ ഓഫ് ലോജിസ്റ്റിക് മാനേജ്മെൻറ്റ് ഡിഫൈൻ ലോജിസ്റ്റിക് ആസ് എ പ്രോസസ് ഓഫ് എന്തൊക്കെ ചെയ്യാം? പ്ലാൻ ചെയ്യുക, ഇംപ്ലിമെൻറ്റ് ചെയ്യുക, കൺട്രോൾ ചെയ്യുക. എന്തിനെ? എഫിഷ്യൻറ്റ് ആൻഡ് കോസ്റ്റ് ഇഫക്റ്റീവ് ഫ്ലോ ഓഫ് സ്റ്റോറേജ് ഓഫ് റോ മെറ്റീരിയൽസ്, അതുപോലെ ഇൻവെൻട്രി, അതുപോലെ ഫിനിഷ്ഡ് ഗുഡ്സ്, അല്ലെങ്കിൽ അതുപോലെ റിലേറ്റഡ് ഇൻഫർമേഷൻസ്. ഫ്രം ദ പോയിൻ്റ് ഓഫ് ഒറിജിൻ. ഫ്രം ദ പോയിൻ്റ് ഓഫ് ഒറിജിൻ എന്ന് പറഞ്ഞാൽ മാനുഫാക്ചറിൻ്റെ നിന്ന് ഫ്രം ദ പോയിൻ്റ് ഓഫ് കൺസംഷൻ, കൺസ്യൂമേഴ്സിൻ്റെ കയ്യിലേക്ക് എത്തിക്കാനായിട്ട് വേണ്ട പ്രോസസ്സ്. ആ ഒരു പ്രോസസ്സിനെ, അതിനെ പ്ലാൻ ചെയ്യുക, ഇംപ്ലിമെൻറ്റ് ചെയ്യുക, കൺട്രോൾ ചെയ്യുക, അതിനെയാണ് നമ്മൾ ലോജിസ്റ്റിക് എന്ന് പറയുന്നത്. ഫ്രം ദ പോയിൻ്റ് ഓഫ് ഒറിജിൻ, അതായത് മാനുഫാക്ചറിങ്, ടു ദി പോയിൻ്റ് ഓഫ് കൺസംഷൻ, കൺസ്യൂമേഴ്സ്, ഫോർ ദ പർപ്പസ് ഓഫ് കൺഫേമിങ് കസ്റ്റമർ റിക്വയർമെൻറ്റ്. കസ്റ്റമേഴ്സിൻ്റെ റിക്വയർമെൻറ്റ് എന്താണെന്ന് കൺഫേം ചെയ്യാനായിട്ട്. ഓക്കെ, അപ്പോൾ ലോജിസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ. ഒരു പ്രൊഡക്റ്റുകളുടെ ഫിസിക്കൽ ഫ്ലോവിനെ, അതായത് മൂവ്മെൻറ്റ്, അതായത് മാനുഫാക്ചറിൻ്റെ നിന്ന് സപ്ലയറിൻ്റെ നിന്ന് മാനുഫാക്ചർ വാങ്ങുക, മാനുഫാക്ചറിൻ്റെ നിന്ന് പ്രൊഡക്റ്റ് ഫൈനൽ ഗുഡായിട്ട് ആർക്ക് കൊടുക്കുക? കൺസ്യൂമേഴ്സിൻ്റെ. ആ ഒരു മൂവ്മെൻറ്റിനെയാണ് നമ്മൾ ലോജിസ്റ്റിക് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ 2 ലോജിസ്റ്റിക് പഠിച്ചു, ഇൻബൗണ്ട് ലോജിസ്റ്റിക്കും ഔട്ട്ബൗണ്ട് ലോജിസ്റ്റിക്കും. എന്താണ് ഇൻബൗണ്ട് ലോജിസ്റ്റിക്? ഇന്ന് പറഞ്ഞാൽ നമ്മുടെ ഓർഗനൈസേഷനിലേക്ക് വരാം, അതായത് സപ്ലയേഴ്സിൻ്റെ നിന്ന് നമുക്ക് റോ മെറ്റീരിയൽ മാനുഫാക്ചറിലേക്ക് വരാം. അതാണ് ഇൻബൗണ്ട് ലോജിസ്റ്റിക്. ഔട്ട്ബൗണ്ട് ലോജിസ്റ്റിക് എന്ന് പറഞ്ഞാൽ ആ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത് ഫൈനൽ ഗുഡ്സായിട്ട് കൺസ്യൂമേഴ്സിൻ്റെ കയ്യിലേക്ക് എത്തിക്കുക, അതായത് അതാണ് ഔട്ട്, അതായത് സെയിൽ നടത്താം. ഔട്ട്ബൗണ്ട് ലോജിസ്റ്റിക്. ഇൻബൗണ്ടും ഔട്ട്ബൗണ്ട് ലോജിസ്റ്റിക്കാണുള്ളത്. നെക്സ്റ്റ് വരുന്നത് കീ ആക്ടിവിറ്റീസ് ഇൻവോൾവ് ഇൻ ലോജിസ്റ്റിക് മാനേജ്മെൻറ്റ്. അതായത് ലോജിസ്റ്റിക് ആക്ടിവിറ്റിയിൽ ഇൻവോൾവ് ചെയ്യുന്ന മെയിനായിട്ടുള്ള ആക്ടിവിറ്റീസ് എന്തൊക്കെയാണെന്നാണ് നമ്മൾ പഠിക്കാൻ പറയുന്നത്. ഫസ്റ്റ് പറയുന്നത് നെറ്റ്വർക്ക് ഡിസൈൻ. നമുക്കറിയാം ഈ ലോജിസ്റ്റിക് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സപ്ലൈ ചെയിനാണ്. അതായത് മാനുഫാക്ചേഴ്സ് സപ്ലയറിൻ്റെ ഇന്ന് റോ മെറ്റീരിയൽ വാങ്ങുക, മാനുഫാക്ചർ അത് പ്രൊഡ്യൂസ് ചെയ്ത് ഫൈനൽ ഗുഡ്സായിട്ട് കൺസ്യൂമേഴ്സിൻ്റെ എത്തിക്കുക. അപ്പോൾ 2-3 പേര് വരുന്ന ഒരു നെറ്റ്വർക്കാണ്. ഈ നെറ്റ്വർക്ക് പ്രോപ്പറായിട്ട് മാനേജ് ചെയ്താൽ മാത്രമേ ഈ ലോജിസ്റ്റിക് ആക്ടിവിറ്റി സ്മൂത്തായിട്ട് റൺ ചെയ്യുള്ളൂ. അതായത് ആരുടെ നിന്നാണോ മെറ്റീരിയൽ വാങ്ങേണ്ടതെന്ന് തീരുമാനിക്കണം. മെറ്റീരിയൽ വാങ്ങിച്ചു കഴിഞ്ഞിട്ട് ആ മെറ്റീരിയൽ ഫൈനൽ ഗുഡ്സായിട്ട് ഏത് കസ്റ്റമേഴ്സിൻ്റെ കയ്യിലേക്ക് എത്തിക്കണം, അതിനെക്കുറിച്ച്, ആ ഒരു നെറ്റ്വർക്കിനെ കുറിച്ച് പ്രോപ്പറായിട്ട് ഒരു നോളേജ് ഉണ്ടായാൽ മാത്രമേ നമുക്കത് സ്മൂത്തായിട്ട് റൺ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. നെക്സ്റ്റ് പറയുന്നത് ഓർഡർ പ്രോസസ്സിങ്. ഈ ഓർഡർ പ്രോസസ്സിംഗ് എന്ന് പറയുന്നത് ലോജിസ്റ്റിക് മാനേജ്മെൻറ്റിൻ്റെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. ഓർഡർ പ്രോസസ്സിങ്ങിൽ ഇത്രയും വന്നുള്ളൂ. അതായത് ഓർഡർ കിട്ടുക, കസ്റ്റമേഴ്സിൻ്റെ നിന്ന് ഓർഡർ കിട്ടുക, കസ്റ്റമേഴ്സിൻ്റെ നിന്ന് ഓർഡർ കിട്ടിക്കഴിഞ്ഞിട്ട് ഓർഡറുകൾ, അതായത് ആർക്കാണോ ആവശ്യം ആ കസ്റ്റമേഴ്സിൻ്റെ നിന്ന് ഓർഡറുകൾ കളക്ട് ചെയ്യുക, ആ കളക്ട് ചെയ്ത ഓർഡറുകൾ റിസീവ് ചെയ്യുക, അതിനെ പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യുക, ആ ഓർഡേഴ്സിനെ ഫയൽ ചെയ്ത് വയ്ക്കുക, റെക്കോർഡ് ചെയ്ത് വയ്ക്കുക. അങ്ങനെ ഓർഡർ, കസ്റ്റമേഴ്സിൻ്റെ നിന്ന് കിട്ടുന്ന ഓർഡറിനെ
പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യുന്നത്. ഇപ്പോൾ ഓർഡറുകളെ പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്തില്ലെങ്കിൽ എന്ത് സംഭവിക്കും? ഇപ്പോൾ 100 ഓർഡർ ഒരു കസ്റ്റമറിൻ്റെ നിന്ന് കിട്ടി, നമ്മളത് കറക്റ്റ് എമൗണ്ട് ഓർമ്മയില്ലാണ്ട് നമ്മൾ 90 ഓർഡർ പ്രൊഡ്യൂസ് ചെയ്തുള്ളെങ്കിൽ 10 ഓർഡറിൻ്റെ ഷോർട്ടേജ് വരും. അപ്പോൾ അത് കസ്റ്റമേഴ്സിൻ്റെ ഇടയിൽ ഒരു ബാഡ് മാർക്കാണ്. അതുകൊണ്ടാണ് നമ്മൾ ഓർഡറുകൾ കസ്റ്റമേഴ്സിൻ്റെ നിന്ന് കിട്ടുന്ന ഓർഡർ കറക്റ്റായിട്ട് നമ്മളത് ഫയൽ ചെയ്ത് വയ്ക്കണം, ഹാൻഡിൽ ചെയ്യണം, അത് റിസീവ് ചെയ്യണം, റെക്കോർഡ് ചെയ്യണം എന്ന് പറയണത്. ഓക്കെ, നെക്സ്റ്റ് 3rd പോയിൻ്റ് പ്രൊക്യൂർമെൻറ്റ്. എന്താണ് പ്രൊക്യൂർമെൻറ്റ് എന്ന് പറഞ്ഞാൽ? കരസ്ഥമാക്കുക. അതായത് നമുക്ക് കസ്റ്റമേഴ്സിൻ്റെ നിന്ന് ഓർഡറുകൾ കിട്ടി, ഈ ഓർഡറുകൾ എന്ത് ചെയ്യണം? ഓർഡറുകൾക്ക് അനുസരിച്ചുള്ള മെറ്റീരിയൽ നമ്മൾ പ്രൊക്യൂർ ചെയ്യുക, കരസ്ഥമാക്കണം മെറ്റീരിയൽ. ഇപ്പം നമുക്കറിയാം, നമ്മൾ ഒരു കസ്റ്റമറിൻ്റെ നിന്നായിരിക്കില്ല, ഒരു സപ്ലയറിൻ്റെ നിന്നായിരിക്കില്ല നമ്മൾ പ്രൊഡക്റ്റ് വാങ്ങാം, മെറ്റീരിയൽ വാങ്ങാം. നമ്മൾ പല സപ്ലയറിൻ്റെ നിന്നും മെറ്റീരിയൽസ് വാങ്ങും. അപ്പോൾ സപ്ലയേഴ്സിൻ്റെ നിന്ന് പ്രൊഡക്റ്റ് മെറ്റീരിയൽസ് മാനുഫാക്ചറേഴ്സ് പർച്ചേസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ പ്രൊക്യൂർമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ പ്രൊക്യൂർമെൻറ്റിൻ്റെ മെയിൻ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് മാനുഫാക്ചറിങ് അല്ലേ. മെറ്റീരിയൽ കിട്ടിയാലാണ് നമുക്ക് മാനുഫാക്ചർ ചെയ്യാൻ പറ്റുള്ളൂ. ബൈ പ്രൊവൈഡിങ് ടൈംലി സപ്ലൈ ഓഫ് ക്വാളിറ്റി മെറ്റീരിയൽ അറ്റ് ദ ലോവസ്റ്റ് പോസിബിൾ കോസ്റ്റ്. അതായത് ഏറ്റവും കുറവ് എമൗണ്ടിൽ ഏത് സപ്ലയറിൻ്റെ നിന്നാണോ കിട്ടുന്നത് അവിടെ നിന്ന് പോയിട്ട് നമ്മൾ ഗുഡ്സ് പ്രൊക്യൂർ ചെയ്യുക, വാങ്ങുക. നമുക്കറിയാം പല സപ്ലൈസും ഉണ്ട്, നമ്മുടെ ഓർഗനൈസേഷനിലേക്ക് മെറ്റീരിയൽസ് തരുന്ന പല സപ്ലൈസും ഉണ്ട്. അതിൽ ഏറ്റവും കോസ്റ്റ് കുറഞ്ഞ് ടൈമിലി തരുന്ന സപ്ലൈസിനെ സെലക്ട് ചെയ്ത് അവരിൽ നിന്ന് മെറ്റീരിയൽസ് വാങ്ങണേ തന്നെയാണ് നമ്മൾ പ്രൊക്യൂർമെൻറ്റ് എന്ന് പറയുന്നത്. അപ്പം നമ്മൾക്ക് ഫസ്റ്റ് സ്റ്റെപ്പിൽ ഓർഡറുകൾ കിട്ടിയതിൻ്റെ അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്തു? 3rd ഓർഡറുകൾ കിട്ടിയതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മെറ്റീരിയൽസ് വാങ്ങി. എന്തിനു വേണ്ടി? പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട്. നെക്സ്റ്റ് മെറ്റീരിയൽ ഹാൻഡിൽ. നമ്മൾ പ്രൊഡക്റ്റുകൾ പ്രൊഡ്യൂസ് ചെയ്യാനായിട്ട് മെറ്റീരിയൽ വാങ്ങുമെന്ന് പറഞ്ഞു. ഈ മെറ്റീരിയലിനെ നമ്മൾ പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യണം, അല്ലെങ്കിൽ എന്താ സംഭവിക്കുക? അവിടെ ഒരുപാട് സ്പോയിലേജ്, ബ്രേക്കിംഗ് ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പം നമ്മൾ എന്ത് ചെയ്യണം? റോ മെറ്റീരിയൽസ് ആയാലും അതിൻ്റെ പാർട്സ് ആയാലും സെമി ഫിനിഷ്ഡ് ഗുഡ്സ് ആയാലും ഫിനിഷ്ഡ് ഗുഡ് എല്ലാത്തിനും നമ്മൾ പ്രോപ്പർലി മാനേജ് ചെയ്യണം. അതാണ് മെറ്റീരിയൽ ഹാൻഡിലിംഗ്. നമ്മൾ സപ്ലയറിൻ്റെ നിന്ന് വാങ്ങിയ റോ മെറ്റീരിയൽസ് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം എവിടെയെങ്കിലും. എന്നിട്ട് എന്ത് ചെയ്യണം? ഓരോ ആവശ്യം അനുസരിച്ച്, ഓർഗനൈസേഷൻ്റെ ആവശ്യം അനുസരിച്ച് പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്യാനുള്ള മെറ്റീരിയൽസ് ആ ടൈമിൽ ഓർഗനൈസേഷനിലേക്ക് എത്തിച്ചു കൊടുക്കാം. അതാണ് മെറ്റീരിയൽ ഹാൻഡിലിങ്ങിന് വരുന്നത്. നെക്സ്റ്റ് വരുന്നത് ഇൻവെൻട്രി മാനേജ്മെൻറ്റ്. എന്താണ് ഇൻവെൻട്രി മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ? ഇൻവെൻട്രി എന്ന് പറഞ്ഞാൽ സ്റ്റോക്ക് അല്ലേ. ഇൻവെൻട്രി മാനേജ്മെൻറ്റിൻ്റെ എയിം എന്ന് പറഞ്ഞാൽ ദ ബേസിക് ഒബ്ജക്റ്റീവ് ഓഫ് ഇൻവെൻട്രി മാനേജ്മെൻറ്റ് ഈസ് ടു മിനിമൈസ് ദ എമൗണ്ട് ഓഫ് വർക്കിംഗ് ക്യാപിറ്റൽ ബ്ലോക്ക്ഡ് ഇൻ ഇൻവെൻട്രീസ്. അതായത് സ്റ്റോക്കിൽ ഒരുപാട് എമൗണ്ട് ഇടാതെ നമ്മൾ പ്രോപ്പറായിട്ട് അതിനെ ഹാൻഡിൽ ചെയ്യുക, ക്യാപിറ്റൽ ബ്ലോക്ക് ചെയ്യാണ്ട്. അതായത് എപ്പോഴാണോ ആവശ്യം ആ സമയത്ത് അത് വാങ്ങി അത് കറക്റ്റ് ടൈമിൽ എത്തിച്ചു കൊടുക്കുക പ്രൊഡക്ഷന് വേണ്ടി. അതിനെയാണ് നമ്മൾ ഇൻവെൻട്രി മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് പാക്കേജിങ് ആൻഡ് ലേബലിംഗ്. എന്താണ് പാക്കേജിങ്, ലേബലിംഗ്? നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു. നമ്മൾ പ്രൊഡക്റ്റുകൾ പ്രോപ്പറായിട്ട് പാക്കേജ് ചെയ്തില്ലെങ്കിൽ ആ പ്രൊഡക്റ്റുകൾക്ക് സ്പോയിലേജ്, ഡാമേജ് ഒക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എന്ത് ചെയ്യണം? നമ്മൾ പ്രോപ്പറായിട്ട് അതിനെ പാക്ക് ചെയ്യണം. പിന്നെ ലേബലിംഗ് എന്ന് വെച്ചാൽ എന്താ? നമ്മൾ പറഞ്ഞിരുന്നു, നമ്മൾ പാക്കേജിങ് ലേബലിംഗ് ഓൾറെഡി പഠിച്ചതാണ്. ലേബലിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ പ്രൊഡക്റ്റിൻ്റെ പ്രൈസ്, അതിൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത്, മാനുഫാക്ചറിങ് ഡേറ്റ്, എക്സ്പയറി, ഇങ്ങനെയൊക്കെ ആ പ്രൊഡക്റ്റിൽ ആ പ്രൊഡക്റ്റുമേ എൻ്റർ ചെയ്യുന്നതിനെയാണ് നമ്മൾ, അതായത് ആ ലേബൽ മുട്ടിക്കുന്നതിനെയാണ് നമ്മൾ ലേബലിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പ്രോപ്പറായിട്ട് പ്രൊഡക്റ്റുകളെ പാക്ക് ചെയ്ത് ലേബൽ ചെയ്യണം. നെക്സ്റ്റ് പറയുന്നത് വെയർ ഹൗസിങ്. നമുക്ക് പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റുകൾ നമ്മൾ എന്ത് ചെയ്യണം? പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ആ പ്രൊഡക്റ്റുകൾ നമ്മൾ
പ്രോപ്പറായിട്ട് ഫൈനൽ പ്രോഡക്റ്റുകളെ നമ്മൾ വെയർ ഹൗസിൽ പ്രോപ്പറായിട്ട് സ്റ്റോർ ചെയ്ത് വെച്ചില്ലെങ്കിൽ എന്തുണ്ടാവുക, അവിടെയും സ്പോയിലേജും ഡാമേജും ഒക്കെ വരും. അപ്പം നമ്മൾ പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്ത വെയർ ഹൗസിൽ എത്തിക്കുക, വെയർ ഹൗസിൽ നിന്ന് ആവശ്യം അനുസരിച്ച് കസ്റ്റമേഴ്സിന് പ്രൊവൈഡ് ചെയ്യുക. അതാണ് വെയർ ഹൗസിൽ വരുന്നത്. നെക്സ്റ്റ് വരുന്നത് ട്രാൻസ്പോർട്ടേഷൻ. എന്താണ് ട്രാൻസ്പോർട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷനെയാണ് നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ. നമുക്കറിയാം ഇപ്പോൾ ഏത് പ്രൊഡക്റ്റ് പ്രൊഡ്യൂസ് ചെയ്താലും അല്ലെങ്കിൽ സപ്ലയറിൻ്റെ നിന്ന് മാനുഫാക്ചറിൻ്റെയിലേക്ക് എത്തിക്കുന്നതിനും എന്തിനും ആവശ്യമാണ് ട്രാൻസ്പോർട്ട് ഫെസിലിറ്റി ആവശ്യമാണ്. അപ്പോൾ ഇത്രയാണ് നമ്മുടെ കീ എലമെൻറ്റ്സ് ലോജിസ്റ്റിക് മാനേജ്മെൻറ്റിൻ്റെ. അത് നിങ്ങൾക്ക് പഠിക്കാൻ എളുപ്പത്തിൽ നിങ്ങളൊരു ഓർഡറിൽ പഠിക്കുക. അതായത് നെറ്റ്വർക്ക് ഡിസൈൻ, ലോജിസ്റ്റിക് മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞ ഒരു നെറ്റ്വർക്ക് ഡിസൈൻ എന്ന് മനസ്സിൽ വിചാരിക്കുക. അതായത് സപ്ലൈസ്, മാനുഫാക്ചർ, കസ്റ്റമേഴ്സ് ഉള്ളൊരു നെറ്റ്വർക്കാണ്. ആ കസ്റ്റമേഴ്സിൻ്റെ ഇത് എന്ത് കിട്ടി, ആദ്യം ഓർഡർ കിട്ടി, ഓർഡറിനനുസരിച്ച് മെറ്റീരിയൽസ് പ്രൊക്യൂർ ചെയ്തു, മെറ്റീരിയൽസ് പ്രൊക്യൂർ ചെയ്തിട്ട് ആ മെറ്റീരിയലിനെ നമ്മൾ എന്ത് ചെയ്യണം, പ്രോപ്പറായിട്ട് ഹാൻഡിൽ ചെയ്യണം. പിന്നെ ഹാൻഡിൽ ചെയ്ത മെറ്റീരിയൽസ് ആവശ്യാനുസരണം നമ്മൾ മാനുഫാക്ചറിങ് യൂണിറ്റിലേക്ക് എത്തിക്കണം. ആ പ്രൊഡക്റ്റിനെ പ്രോപ്പറായിട്ട് പാക്ക് ചെയ്യണം, ലേബൽ ചെയ്യണം. പിന്നെ അത് വെയർ ഹൗസിൽ നമ്മൾ അതിനെ മെയിൻറ്റെയിൻ ചെയ്യണം. പിന്നെ ട്രാൻസ്പോർട്ടേഷൻ ഫെസിലിറ്റി, നമ്മൾ ആ വെയർ ഹൗസിൽ വെച്ച ഐറ്റംസ് സമയത്തിന് എവിടേക്ക് എത്തിക്കണം, ട്രാൻസ്പോർട്ട് വഴി കസ്റ്റമേഴ്സിൽ എത്തിക്കണം. ഇതൊക്കെയാണ് നമ്മുടെ കീ ആക്ടിവിറ്റീസ് ഇൻവോൾവ്ഡ് ഇൻ ലോജിസ്റ്റിക് മാനേജ്മെൻറ്റ്. നെക്സ്റ്റ്, ഇമ്പോർട്ടൻറ്റ് ഓർ ഒബ്ജക്റ്റീവ് ഓഫ് ലോജിസ്റ്റിക് മാനേജ്മെൻറ്റ്. എന്തൊക്കെയാണ് ലോജിസ്റ്റിക് മാനേജ്മെൻറ്റിൻ്റെ ഒബ്ജക്റ്റീവ്സ്? ഫസ്റ്റ് ഒബ്ജക്റ്റീവ്സ് കോസ്റ്റ് റിഡക്ഷൻ ആൻഡ് പ്രോഫിറ്റ് മാക്സിമൈസേഷൻ. നമുക്കറിയാം ലോജിസ്റ്റിക് മാനേജ്മെൻറ്റ് പ്രോപ്പറായിട്ട് നമ്മളത് ഹാൻഡിൽ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നമ്മുടെ ഓർഗനൈസേഷനിൽ വരുന്ന കോസ്റ്റുകൾ കുറയ്ക്കാനും അതുപോലെ തന്നെ കോസ്റ്റ് കുറയുമ്പോൾ എന്ത് കൂടും, പ്രോഫിറ്റ് മാക്സിമൈസ് ചെയ്യാനായിട്ട് സാധിക്കും. നെക്സ്റ്റ്, ടൈം സപ്ലൈ ആൻഡ് ടൈം യൂട്ടിലിറ്റി ആൻഡ് പ്ലേസ് യൂട്ടിലിറ്റി. നേരത്തെ ഒരു പോയിന്റ് പറയാൻ മറന്നിരുന്നു. അതായത് വെയർ ഹൗസിങ് നമുക്ക് തരുന്നത് ടൈം യൂട്ടിലിറ്റിയാണ്, ട്രാൻസ്പോർട്ടേഷൻ തരുന്നത് പ്ലേസ് യൂട്ടിലിറ്റി. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും, നമുക്ക് പ്രൊഡക്റ്റ് നമ്മൾ വെയർ ഹൗസിൽ വെക്കുന്നത് വഴി നമുക്ക് ടൈം യൂട്ടിലിറ്റിയാണ് കിട്ടുക. അതുപോലെ തന്നെ നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ വഴി ഗുഡ്സ് ഒരു സ്ഥലത്തു നിന്ന് മറ്റൊരു സ്ഥലത്തിലേക്ക് ട്രാൻസ്പോർട്ട് ചെയ്യുന്നത് വഴി നമുക്ക് പ്ലേസ് യൂട്ടിലിറ്റി കിട്ടും. ഓക്കെ, അപ്പോൾ നമുക്ക് ബോത്ത് ടൈം യൂട്ടിലിറ്റി ആൻഡ് പ്ലേസ് യൂട്ടിലിറ്റിയും ലോജിസ്റ്റിക് മാനേജ്മെൻറ്റിൽ പ്രൊവൈഡ് ചെയ്യുന്നത്. നെക്സ്റ്റ്, കോമ്പറ്റിറ്റീവ് എഡ്ജ്. നമുക്കറിയാം നമ്മുടെ ഓർഗനൈസേഷനിൽ ഒരുപാട് കോമ്പറ്റീറ്റീവ്സ് മാർക്കറ്റിലുണ്ട് ഇല്ലേ. അപ്പോൾ ഈ കോമ്പറ്റീറ്റീവ് എഡ്ജിനെ നമ്മൾ ഹാൻഡിൽ ചെയ്യുക. അതാണ് കോമ്പറ്റീറ്റീവ് എഡ്ജിൽ നമുക്ക് ബാക്കി കോമ്പറ്റീറ്റീവ്സുമായിട്ട് നമ്മുടെ പ്രൊഡക്റ്റ് കോമ്പീറ്റ് ചെയ്തെടുക്കാനായിട്ട് സാധിക്കും. കാരണം പ്രോപ്പറായിട്ടുള്ള ലോജിസ്റ്റിക് മാനേജ്മെൻറ്റ് വഴി നമുക്ക് കോമ്പറ്റീറ്റീവ്സിനേക്കാളും നല്ലൊരു പേര് കസ്റ്റമേഴ്സിൻ്റെ ഇടയിൽ ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നെക്സ്റ്റ്, ഇഫക്റ്റീവ് കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം. നമുക്കറിയാമല്ലോ, അതായത് ഇപ്പോൾ നമ്മുടെ ചെയിൻ എന്ന് പറഞ്ഞാൽ മാനുഫാക്ചർ സപ്ലയറിൻ്റെ നിന്ന് വാങ്ങും, മാനുഫാക്ചർ പ്രൊഡ്യൂസ് ചെയ്ത് കസ്റ്റമേഴ്സിന് കൊടുക്കും. അപ്പോൾ അവിടെ എന്തുണ്ടാവണം, ഇഫക്റ്റീവായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റമാണ് അവിടെ ഉണ്ടാവുക. ഒരു കമ്മ്യൂണിക്കേഷൻ, അതായത് സപ്ലയറും മാനുഫാക്ചറും കസ്റ്റമേഴ്സും തമ്മിൽ ഒരു കമ്മ്യൂണിക്കേഷൻ സിസ്റ്റം അവിടെ ഉണ്ടാവും. നെക്സ്റ്റ്, സൗണ്ട് ഇൻവെൻറ്ററി മാനേജ്മെൻറ്റ്. നമുക്ക് സ്റ്റോക്കുകളൊക്കെ നല്ല രീതിയിൽ മാനേജ് ചെയ്യാനായിട്ട്, സൗണ്ടായിട്ട് മാനേജ് ചെയ്യാനായിട്ട് ലോജിസ്റ്റിക് മാനേജ്മെൻറ്റ് ഹെൽപ്പ് ചെയ്യും. നെക്സ്റ്റ്, കസ്റ്റമർ സാറ്റിസ്ഫാക്ഷൻ. നമുക്കറിയാം നമ്മൾ ലോജിസ്റ്റിക് മാനേജ്മെൻറ്റ് വഴി പ്രൊഡക്റ്റ് പ്രോപ്പറായിട്ട് കസ്റ്റമേഴ്സിൻ്റെ കയ്യിലേക്ക് എത്തിച്ചു കൊടുക്കും. അവർ 100 യൂണിറ്റ് ഓർഡർ ചെയ്ത് കഴിഞ്ഞാൽ 100 യൂണിറ്റ് നമ്മൾ കറക്റ്റ് ടൈമിൽ എത്തിക്കുമ്പോൾ അവരുടെ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനാണ് ഉണ്ടാവുന്നത്. ഓക്കെ, അപ്പോൾ ദീസ് ആർ ദ ഇമ്പോർട്ടൻറ്റ് ഓർ ഒബ്ജക്റ്റീവ്സ് ഓഫ് ലോജിസ്റ്റിക് മാനേജ്മെൻറ്റ്. നെക്സ്റ്റ് വരുന്നത് ലോജിസ്റ്റിക് മാനേജ്മെൻറ്റ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്. ഡിഫറൻസ് ബിറ്റ്വീൻ ലോജിസ്റ്റിക് മാനേജ്മെൻറ്റ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്. ലോജിസ്റ്റിക് മാനേജ്മെൻറ്റ് നമ്മൾ ഓൾറെഡി പറഞ്ഞു, അതായത് ഒരു ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷനെയാണ് നമ്മൾ ലോജിസ്റ്റിക് മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. സപ്ലൈ ചെയിൻ എന്ന് പറഞ്ഞാൽ ശ്രദ്ധിക്കട്ടെ, സപ്ലൈ ചെയിൻ എന്ന് പറഞ്ഞാൽ ആദ്യം തന്നെ വരുന്നത് സപ്ലയറിൻ്റെ നിന്ന് റോ മെറ്റീരിയൽ ആർക്ക് കിട്ടും, മാനുഫാക്ചർ. അപ്പോൾ രണ്ടാമത് വരുന്നത് മാനുഫാക്ചറിൻ്റെ നിന്ന് ഹോൾസെയിലറിന് കിട്ടും, ഹോൾസെയിലറിൻ്റെ നിന്ന് റീറ്റെയിലറിന് കിട്ടും, റീറ്റെയിലറിൻ്റെ നിന്ന് ഫൈനൽ കൺസ്യൂമേഴ്സിലേക്ക് എത്തിക്കും. ഈ ഒരു ചെയിനെയാണ് നമ്മൾ സപ്ലൈ ചെയിൻ എന്ന് പറയുന്നത്. അപ്പോൾ ഡിഫറൻസ് ബിറ്റ്വീൻ ലോജിസ്റ്റിക് മാനേജ്മെൻറ്റ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്. ആ ഒരു സപ്ലൈ ചെയിനെ, അതായത് പ്രൊഡക്റ്റ് മാനുഫാക്ചറിൻ്റെ നിന്ന് കൺസ്യൂമേഴ്സിലേക്ക് എത്തിക്കുന്ന ആ ഒരു ചെയിൻ, സപ്ലയർ, മാനുഫാക്ചർ, ഹോൾസെയിലർ, റീറ്റെയിലർ,
കൺസ്യൂമേഴ്സ്. ഈ ഒരു ചെയിനെയാണ് നമ്മൾ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ലോജിസ്റ്റിക് മാനേജ്മെൻറ്റ് എന്ന ദ പ്രോസസ് ഓഫ് ഇൻറ്റിഗ്രേറ്റിംഗ് ദ മൂവ്മെൻറ്റ്, നമ്മൾ പറഞ്ഞില്ലേ മൂവ്മെൻ്റ് ആണ് ഇതിൽ വരുന്നത് ലോജിസ്റ്റിക് മാനേജ്മെൻറ്റ്, ആൻഡ് മെയിൻ്റെനൻസ് ഓഫ് ഗുഡ് ഇൻ ആൻഡ് ഔട്ട് ഓഫ് ദി ഓർഗനൈസേഷൻ. നമ്മൾ ഇൻബൗണ്ട് ലോജിസ്റ്റിക്കും ഔട്ട് ബൗണ്ട് ലോജിസ്റ്റിക്കും പഠിച്ചില്ലേ, ആ രണ്ടും വരുന്നതാണ് ലോജിസ്റ്റിക് മാനേജ്മെൻറ്റ്. സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാലോ ദ കോർഡിനേഷൻ ആൻഡ് മാനേജ്മെൻറ്റ് ഓഫ് സപ്ലൈ ചെയിൻ ആക്ടിവിറ്റി. സപ്ലൈ ചെയിൻ ആക്ടിവിറ്റിയിൽ പ്രോപ്പറായിട്ട് മാനേജ് ചെയ്യുക അല്ലെങ്കിൽ കോർഡിനേറ്റ് ചെയ്യുന്നതിനാണ് നമ്മൾ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. പിന്നെ ലോജിസ്റ്റിക് മാനേജ്മെൻറ്റിൻ്റെ ഒബ്ജക്റ്റീവ് എന്ന് പറഞ്ഞാൽ കസ്റ്റമർ സാറ്റിസ്ഫാക്ഷനാണ്. സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിൻ്റെയോ കോമ്പറ്റീറ്റീവ് അഡ്വാൻറ്റേജ് നേടാന്നുള്ളതാണ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിൻ്റെ ഒബ്ജക്റ്റീവ്. നെക്സ്റ്റ് ഇവല്യൂഷൻ, അതായത് എങ്ങനെയാണ് അത് ഉണ്ടായത്, ഇവല്യൂഷൻ എങ്ങനെയാണ് അതിൻ്റെ ഇവല്യൂഷൻ വരുന്നത്. ലോജിസ്റ്റിക് മാനേജ്മെൻ്റ് ആണ് പണ്ടേ ഉണ്ടായിരുന്നത്, ഏർലിയർ ടൈമിലേ ഉണ്ടായിരുന്നത് ഏതാണ് ലോജിസ്റ്റിക് മാനേജ്മെൻറ്റ്. സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ മോഡേൺ കൺസെപ്റ്റാണ്, ഇപ്പോൾ ഉണ്ടായിരിക്കുന്നതാണ്, മോഡേൺ കൺസെപ്റ്റാണ്. നെക്സ്റ്റ് നമ്പർ ഓഫ് ഓർഗനൈസേഷൻ ഇൻവോൾവ്. നമ്മുടെ ലോജിസ്റ്റിക് മാനേജ്മെൻറ്റിൽ സിംഗിൾ പ്രൊഡ്യൂസറാണ് ഉണ്ടാവുക, ആ പ്രൊഡ്യൂസറാണ് ഗുഡ്സ് കസ്റ്റമേഴ്സിലേക്ക് എത്തിക്കാം. സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിലോ അവിടെ മൾട്ടിപ്പിളാണ്, കുറേ പേരുണ്ടാവും. അതായത് ഇപ്പോൾ മാനുഫാക്ചറിന് ഒരു സപ്ലയറിൻ്റെ നല്ല ഗുഡ്സ് കിട്ടുക, പല സപ്ലയേഴ്സ് ഉണ്ടാവും. അപ്പോൾ സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ മൾട്ടിപ്പിളാണ്. പിന്നെ പറയുന്നത് റിലേഷൻഷിപ്പ് വിത്ത് വൺ അനദർ, അതായത് ലോജിസ്റ്റിക് മാനേജ്മെൻറ്റ് ഈസ് എ പാർട്ട് ഓഫ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്. സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിൻ്റെ ഒരു പാർട്ട് മാത്രമാണ് ഇത് ലോജിസ്റ്റിക് മാനേജ്മെൻറ്റ്. സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് ഈസ് ദ ന്യൂ വെർഷൻ ഓഫ് ലോജിസ്റ്റിക് മാനേജ്മെൻറ്റ്. ലോജിസ്റ്റിക് മാനേജ്മെൻറ്റിൻ്റെ ന്യൂ വെർഷനാണ് ഇത് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്. അപ്പോൾ ലോജിസ്റ്റിക് മാനേജ്മെൻറ്റ് നേരത്തെ ഉണ്ടായിരുന്നതാണ്, അതിൻ്റെ ന്യൂ വെർഷനാണ് ഇത് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്. പിന്നെ ഫോക്കസ് വരുന്നത് ഓൺ ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് സ്റ്റോറേജ് ഓഫ് ഗുഡ്സ്, അതാണ് ലോജിസ്റ്റിക് മാനേജ്മെൻറ്റിൽ വരുന്നത്. നമ്മൾ പറഞ്ഞില്ലേ ട്രാൻസ്പോർട്ട് ചെയ്യുക, മൂവ്മെൻ്റ് ആണ് ലോജിസ്റ്റിക് മാനേജ്മെൻറ്റിൽ വരുന്നത്. സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ് ഓൺ ഫിനിഷ്ഡ് പ്രൊഡക്റ്റ് ആൻഡ് ഓർ കസ്റ്റമേഴ്സ്, ഫിനിഷ്ഡ് പ്രൊഡക്റ്റും അതുപോലെ കസ്റ്റമേഴ്സും തമ്മിലുള്ള ഒരു കോൺടാക്റ്റ്, അതാണ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റിൽ വരുന്നത്. അപ്പോൾ ദീസ് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ലോജിസ്റ്റിക് മാനേജ്മെൻറ്റ് ആൻഡ് സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റ്. ആ ലോജിസ്റ്റിക് മാനേജ്മെൻറ്റും സപ്ലൈ ചെയിൻ മാനേജ്മെൻറ്റും തമ്മിലുള്ള ഡിഫറൻസ് ഇമ്പോർട്ടൻ്റ് ആണ്, അതെന്തായാലും പഠിച്ചോളൂ. നെക്സ്റ്റ് ഡിഫറൻസ് ബിറ്റ്വീൻ ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ലോജിസ്റ്റിക്. ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ, അതായത് നമ്മുടെ സാധാരണ ഫിസിക്കലായിട്ടുള്ള ഡിസ്ട്രിബ്യൂഷനും അല്ലെങ്കിൽ ലോജിസ്റ്റിക്കും തമ്മിലുള്ള ഡിഫറൻസ്. ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് വെച്ചാൽ മാനേജ്മെൻറ്റ്, മൂവ്മെൻറ്റ്, ഇൻവെൻറ്ററി കൺട്രോൾ, പ്രൊഡക്ഷൻ, സ്റ്റോറേജ് ഓഫ് റോ മെറ്റീരിയൽ ആൻഡ് പ്രൊസീഡ് ഓർ ഫിനിഷ്ഡ് ഗുഡ്സ് ഫ്രം ദ പ്രൊഡക്റ്റ് ലൈൻ, അതിനെയാണ് നമ്മൾ ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ. ലോജിസ്റ്റിക് നമ്മൾ ഓൾറെഡി പറഞ്ഞു, അതായത് ഫിസിക്കൽ മൂവ്മെൻറ്റുകളൊക്കെയാണ്. പിന്നെ ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ എന്ന് വെച്ചാൽ നാരോ സ്കോപ്പുള്ളൂ, അതായത് ചെറിയ സ്കോപ്പുള്ളൂ. ലോജിസ്റ്റിക് എന്ന് പറഞ്ഞാൽ ലാർജ് സ്കോപ്പാണ്. പിന്നെ നമ്മൾ ഓൾറെഡി പറഞ്ഞിരുന്നു ലോജിസ്റ്റിക് മാനേജ്മെൻറ്റ് ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ കൺസേൺഡ് വിത്ത് ദി ക്രിയേഷൻ ഓഫ് ടൈം ആൻഡ് പ്ലേസ് യൂട്ടിലിറ്റി. ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ പ്രൊവൈഡ് ചെയ്യുന്നത് ടൈം ആൻഡ് പ്ലേസ് യൂട്ടിലിറ്റിയാണ്. ലോജിസ്റ്റിക് ടൈം, പ്ലേസ്, ഫോം, പൊസഷൻ യൂട്ടിലിറ്റി, 4 തരത്തിലുള്ള യൂട്ടിലിറ്റി നമ്മുടെ ലോജിസ്റ്റിക് മാനേജ്മെൻറ്റ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ 2 തരം, അതായത് ടൈം ആൻഡ് പ്ലേസ് യൂട്ടിലിറ്റി. പിന്നെ ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻസിൽ ഔട്ട് ബൗണ്ട് ആക്ടിവിറ്റീസാണ് വരുന്നത്. ഫിസിക്കൽ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക, ഒരു ഔട്ട് ബൗണ്ട് ആക്ടിവിറ്റി മാത്രമേ ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷനിൽ വരുന്നുള്ളൂ. നമുക്ക് ഓൾറെഡി അറിയാം, ലോജിസ്റ്റിക് മാനേജ്മെൻറ്റിൽ ഞാൻ പഠിപ്പിച്ചിരുന്നു, അതായത് ഇൻബൗണ്ട് ആക്ടിവിറ്റിയും ഉണ്ട്, ഔട്ട് ബൗണ്ട് ആക്ടിവിറ്റിയും ഉണ്ട്. അപ്പോൾ ദീസ് ആർ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ഫിസിക്കൽ ഡിസ്ട്രിബ്യൂഷൻ ആൻഡ് ലോജിസ്റ്റിക് മാനേജ്മെൻറ്റ്. അപ്പം നമ്മുടെ 3rd മൊഡ്യൂൾ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കുക. 3rd മൊഡ്യൂളിൻ്റെ ഇൻറ്റേർണൽസ് ഇപ്പോൾ തന്നെ വരും, അപ്പോൾ നന്നായി പ്രിപ്പയർ ചെയ്ത് തുടങ്ങിക്കോളൂ. ഓക്കെ, താങ്ക് യു. എന്ത് ഡൗട്ട് ഉണ്ടെങ്കിലും എന്നോട് ചോദിച്ചോട്ടാ. ഓക്കെ, താങ്ക് യു.